എനിക്ക് കബോർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ് വെക്കാനുള്ള. എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ക്യാമറ ആയിരിക്കും. ആരെക്കൊണ്ട് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടി അത് ഇതുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കബോർഡ് നമുക്ക് വാങ്ങിക്കാമെന്ന്. അപ്പം കബോർഡാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പൊട്ടിക്ക് ഗൈഡാണ്. നമുക്കിതിൽ പിങ്കാണ് ഫിറ്റ് ചെയ്യണ്ടേ ഗൈസ്? നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ വന്നിട്ട് ചെയ്യാടാണ്. അങ്ങനെ ഞങ്ങളിത് ഫിറ്റ് ചെയ്യാൻ പോയിട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ആര്യക്കൂട്ടനാണിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അവ സ്റ്റിക്കൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അവൻ പറഞ്ഞാൽ ചേട്ടൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ കുറച്ച് സമയം എടുക്കും ചെയ്യാൻ. ഒരാളുടെ സഹായം കൂടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചേട്ടനോട് പറഞ്ഞു ഒന്ന് ഫിറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് ടൈമില്ല, വർക്കുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കൈയും കാലുമൊക്കെ പിടിച്ചപ്പോഴത്തേക്കും പറഞ്ഞു എന്നാൽ ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണക്ടറുണ്ട്, കുറേ പൈപ്പുകളുണ്ട്, പിന്നെ ഈ തുണിയുണ്ട് കേട്ടോ. അപ്പോൾ താഴെയും മുകളിലും 2 റോ ആയിട്ടാണ് വരുന്നത്. മുകളിൽ നടുക്ക് പിന്നെ 3 തട്ടായിട്ട് വരും കേട്ടോ. പിന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന്. ആരെക്കൊണ്ട് തുണിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് ഇത് തുണിയുടെയാണ് കേട്ടോ. അപ്പം ഒരുപാട് വെയിറ്റൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ തുണിക്ക് ഒരുപാട് വെയിറ്റൊന്നും ഇല്ലല്ലോ നമ്മുടെ ഡ്രസ്സിനൊക്കെ ആണെങ്കിലും. പിള്ളേരുടെ ഡ്രസ്സിനൊട്ടും വെയിറ്റ് ഇല്ല. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. എന്തായാലും വർത്തായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ അതൊക്കെ ഫിറ്റ് ചെയ്ത് T കണക്ടറും 4 ടൈപ്പ് കണക്ടറും 3 ടൈപ്പ് കണക്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പൈപ്പുകളും ഉണ്ട്. അപ്പം എക്സ്ട്രാ ഒരു തുണിയും കുറച്ച് പൈപ്പുകളൊക്കെ മിച്ചം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് മിനുക്കപ്പണിയൊക്കെ അവസാനം തീരാറായി കേട്ടോ. രാത്രിയിലാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. ആര്യക്കൂട്ടൻ അവിടെ ഇരുന്ന് TV ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കേട്ടോ. ഇടയ്ക്ക് വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ പിള്ളേർക്കെല്ലാം. നമ്മൾ കുഞ്ഞിലെ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ. നമ്മുടെ വീടുകളിൽ TVയോ എന്തെങ്കിലും അലമാരിയോ പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ കീഴിൽ നിന്ന് മാറില്ലല്ലോ. അതുപോലെ ആര്യക്കൂട്ടൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ ശല്യം ചെയ്യാതെ ഇപ്പോൾ തീരുമെന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കേട്ടോ TV കാണാൻ വേണ്ടി. അങ്ങനെ അവസാനം നമ്മുടെ കബോർഡ് റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പം നമുക്ക് അതിനെ ഉടുപ്പ് ഇടിച്ചാൽ കൂടി മതി കേട്ടോ. അപ്പം ഞാനും ചേട്ടനും കൂടെ 2 പേര് വേണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ. പൈപ്പും കണക്ടറൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് ലാസ്റ്റ് ഇതിന് മൊത്തത്തിൽ കവർ ചെയ്യണമെങ്കിൽ ഒരാളുടെ സഹായം കൂടി വേണം. അങ്ങനെ നമ്മൾ മിനുക്കപ്പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കബോർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആര്യക്കൂട്ടൻ വന്ന് നോക്കിയിട്ട് ഒരു അമ്മ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് കയറിയിരിക്കല്ലേ, അത് ചിലപ്പം കീറിപ്പോവും. പിന്നെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് സാധനങ്ങളൊക്കെ ആര്യക്കൂട്ടൻ്റെയൊക്കെ ആയിട്ടുണ്ട്. കുറേ കൂട്ടത്തിൽ എൻ്റെ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കച്ചറയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്.